എന്നൊരു വാർത്ത വരുന്നു. തിരുവേഗപ്പുറ വെളുത്തൂരിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. പ്രദേശത്ത് ശക്തമായ മഴയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇക്ബാൽ അറക്കൽ ചെയ്യുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചോ? വലിയ പൊട്ടിത്തെറികൾ ഒക്കെ നമ്മൾ ഇതിൽ കേട്ടിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അരുൺ, നിലവിൽ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. പാലക്കാട് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ തിരുവേഗപ്പുറയ്ക്ക് സമീപത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. വലിയ ശക്തമായിട്ടുള്ള ഒരു മഴയും ഇടിമിന്നലും ഈ പ്രദേശത്ത് ഇന്ന് വൈകിട്ട് മുതൽ ഉണ്ടായിരുന്നു. തിരുവേഗപ്പുറ വെളുത്തൂരിൽ പ്രവർത്തിക്കുന്ന പാറക്കൽ മൂസയുടെ ഉടമസ്ഥതയിലുള്ള ഈ കിടക്ക നിർമ്മാണശാലയ്ക്കാണ് തീ പിടിച്ചത്. ഇടിമിന്നലേറ്റാണ് ഈ കിടക്ക നിർമ്മാണശാലയ്ക്ക് തീ പിടിച്ചതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ ശ്രമം വിഫലമായതോടുകൂടിയാണ് ഉടൻ തന്നെ പട്ടാമ്പിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ആദ്യം ഈ സ്ഥലത്തേക്ക് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഈ മേഖലയിലേക്ക് എത്തുകയാണ്. ഷൊർണൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സും പെരിന്തൽമണ്ണയിൽ നിന്നും തിരൂരിൽ നിന്നും ഓരോ യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തുകയാണ്. ഉടൻ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഈ പട്ടാമ്പി കൊപ്പത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ട്, ഇടിമിന്നലുണ്ട്. ഇതിനിടയിൽ ഈ കൊപ്പം എറയൂർ ക്ഷേത്രത്തിലെ പൂരത്തിനിടയിൽ 3 പേർക്ക് മിന്നലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊപ്പം മേഖലയിൽ ശക്തമായ മഴയും ഇടിമിന്നലുമാണ് ഉള്ളത്. ഈ ഇടിമിന്നലിനിടയിലാണ് ഈ തിരുവേഗപ്പുറയ്ക്ക് സമീപം വെളുത്തൂരിൽ ഈ പാറക്കൽ മൂസ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള കിഴക്ക് നിർമ്മാണശാലയ്ക്ക് തീ പിടിച്ചത്. ഏതായാലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നീക്കങ്ങളാണ് അരുൺകുമാർ ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങൾ ഷൊർണൂരിൽ നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും തിരൂരിൽ നിന്നും ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുകയാണ്. ഇക്ബാൽ, ഈ ഭാഗം ജനവാസ മേഖലയാണോ? അരുൺ, ഈ കിഴക്ക് നിർമ്മാണശാലയുടെ സമീപത്തായി നിരവധി വീടുകളുണ്ട്. വീടുകളിലേക്ക് ഈ തീ പടരുമോ എന്നൊരു ആശങ്ക ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്താനുള്ള തീരുമാനം സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ നിലവിൽ ഇത്തരത്തിലൊരു ആശങ്ക വേണ്ട എന്ന ഒരു വിവരവും ആ മേഖലയിൽ നിന്ന് തന്നെ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ശക്തമായ മഴ നിലവിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങളും ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. താങ്ക് യു ഇക്ബാൽ. പാലക്കാട് തിരുവേഗപ്പുറയിലാണ് ഇടിമിന്നലേറ്റ് കിഴക്ക് നിർമ്മാണശാലയ്ക്ക്